നമസ്കാരം. മീര മൈ സെൽഫിലേക്ക് വീണ്ടും സ്വാഗതം. അറിയാം, ലൂസ് ടോക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളതല്ല, സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വേണ്ടേ ഒരു അല്ലേ. സീരിയലുകൾ കാണാറുണ്ടോ? എന്താ ചെയ്യണത്? ഇപ്പൊ റിട്ടയർ ആയില്ലേ? സീരിയല് പൊതുവെ കാണാറില്ല. എന്തെന്നപ്പോ ഒരു മരുമകളും പോരല്ലാണ്ട് എന്തെന്നപ്പോ സീരിയല് കാണാറേ ഇല്ല. കുറേ ആളെ കണ്ടിട്ട്. പക്ഷെ അതിന്റെ ഒരു തുടക്കത്തിലല്ലേ മലയാള സീരിയല്, മലയാളം ചാനല് വന്ന ഉടനെ ദൂരദർശനിലൊക്കെ ഉണ്ടായ സമയത്തൊക്കെ കാണാറുണ്ടായിരുന്നു. കാരണം അന്നൊരു അത്ഭുതം, വേറെ എന്റർടൈൻമെന്റ് ഇല്ല. അതിനകത്ത് ടി വി ഒക്കെ ഒരു അത്ഭുതമായിട്ട്. അതെ. പിന്നെ അന്നത്തെ സീരിയലിനെ കുറച്ചും കൂടി ഒരു ദൂരദർശന്റെ സീരിയലിനെ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു അല്ലെ. ഒരു ജീവിതമായിട്ട് അടുത്ത് നിൽക്കണ തരത്തിലുള്ള കഥകളായിരുന്നു തോന്നുന്നു അല്ലെ. ഇപ്പോ സീരിയൽ വെറുക്കാൻ കാരണം ഒന്നാമത് അതിന്റെ തീം ആവർത്തനം, പിന്നെ ഭയങ്കര അതിന്റെ എന്താ പറയാ വേഷഭൂഷാദികള്. അതെ, അത് ശരിയായിട്ടുള്ള ലൈഫിനോട് ഒരു സാമ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അലിയൻസും മറുമായത്തിലൊക്കെ പോലെ. അതെ അല്ലെ, സീനിന് സിറ്റുവേഷൻ അല്ലെങ്കിൽ കണ്ടന്റിന് അനുസരിച്ചിട്ടുള്ള വേഷങ്ങളാണ്. അതായത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും നടക്കുന്ന പോലെ തന്നെ തോന്നണ അല്ലേ, വിശ്വസനീയമായ രീതിയിലുള്ളത് ആണ്. അതെ, അത് വേഷം എന്നും കാണുന്ന കാഴ്ചകള് അതൊക്കെ തന്നെയാണ് അതിലൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമാവുന്നത്. മറ്റേ കളർഫുൾ ഒരുപാട് പ്രേക്ഷകരുണ്ടല്ലോ, കുറേ പ്രേക്ഷകരുണ്ട്. ഞാനാണ് ഒരു ദിവസം ഒരു 3 എണ്ണമെങ്കിലും കാണും. പഴയ സീരിയല് കാണാത്തതിന് കാരണം തന്നെയാണ് ഒരൊറ്റ തീമാണ് അമ്മായി. പിന്നെ അന്നത്തെ കാലത്തൊക്കെ എല്ലാ വീട്ടിലുള്ള കാര്യം തന്നെയാണ് അല്ലേ, അമ്മായിയമ്മ മരുമകള് പോര്, അതന്നെയല്ലേ പ്രധാനപ്പെട്ട വിഷയം. അല്ലാതെ സിനിമ കാണാൻ പോകണമെന്നില്ല, വായനയെ പറ്റിയില്ല, അങ്ങനെ അടുക്കളപ്പണി അങ്ങനെ ജോലിയൊന്നും വല്ലാതെ ഇല്ലല്ലോ. അല്ല, സീരിയൽ എന്ന് പറഞ്ഞാൽ കുറെ ആളുകളുടെ തൊഴിലാണ്, അവർക്ക് ജീവിതമാർഗമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും അത് എടുക്കുമ്പോ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ ഒരു വിശ്വസനീയമായ രീതിയിൽ വേണം എടുക്കാൻ. അത് അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. കാരണം ഇത് ഇങ്ങനെ കണ്ട് അതിന്റെ പ്രേക്ഷകരും അതെ അതിന് അഡിക്ഷൻ ആയിട്ടുണ്ട്. ഈ കുശുമ്പും കുന്നായ്മയും പോരും ഒക്കെ തന്നെ അല്ലാതെ നല്ലൊരു മെസ്സേജുകളൊന്നും അല്ലെ. ശരിക്കും അമ്മായിയമ്മ മരുവോളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗിരി ബമ്പ് പോലെയാന്നുള്ള അത് കണ്ട് അറിയാത്തവർക്കും കൂടി മനസ്സിലാവും. ശരിക്കും അങ്ങനെ തന്നെയല്ലേ പണ്ടൊക്കെ അമ്മായിയമ്മ എന്ന് പറയുമ്പോ തന്നെ ഒരു എന്തുകൊണ്ടാണെന്നുള്ളത് അതാണ് ശരിക്കും ഇരിക്കേണ്ടത്. ശരിക്കും കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും വേണ്ടതാണ്. ശരിക്കും കൗൺസിലിംഗ് എന്ന രീതിയിൽ തന്നെ ആവശ്യമില്ല. ശരിക്കും കുടുംബത്തിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അല്ലേ. പക്ഷെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ആണോ എനിക്ക് തോന്നുന്നത്. രണ്ടുപേർക്കും നമ്മൾ പറയുന്ന മരുമക്കൾക്ക് കൗൺസിലിംഗ്, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറയാം. അത് ശരിയല്ല. ഈ അവിടെ ചെല്ലുമ്പോ അമ്മായി അമ്മ എന്ന് പറയുന്ന ഒരു അമ്മമാരുണ്ടല്ലോ, ആ അമ്മമാർക്കും വേണം കൗൺസിലിംഗ്. അമ്മമാര് വേണം. ഇപ്പത്തെ കൗൺസിലിംഗ് അങ്ങനെയാണല്ലോ, ആൺകുട്ടികളും പെൺകുട്ടികളും പെൺകുട്ടികൾക്ക് വേണ്ടു. അവിടെ രണ്ടു കൂട്ടർക്കും വേണം. എങ്ങനെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അതുണ്ട്. ഉണ്ട്, കല്യാണത്തിന് മുമ്പുണ്ട് ഒരുവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഇന്നത്തെ കുട്ടികൾക്ക് പിന്നെ അതൊന്നും പറയണ്ടല്ലോ, അവർക്കൊക്കെ ഓൾറെഡി എന്താണെന്നുള്ളത് അറിയാലോ. എന്നാലും പക്ഷെ അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കുറെ പ്രതീക്ഷകളാണ് ചില ആൾക്കാർക്ക് അല്ലെ. പിന്നെ ഓരോ ഏജിൽ ഉള്ള ഓരോ തോന്നലുകള്. ഇപ്പോ ഒരു പെൺകുട്ടി വിചാരിക്കും ഏറ്റവും നല്ലൊരാളെ കല്യാണം കഴിക്കണം എന്നുള്ളത് വിചാരിക്കും. പക്ഷെ ആ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ സ്വന്തമാണെന്നുള്ളത് ആ ഒരു സെൽഫിഷ് മൈൻഡ് വരികയാണ്. പക്ഷെ ഒരു അമ്മയുടെ മകനാണെന്നുള്ളത് ചിന്തിക്കുന്നില്ല. ഈ അമ്മയാണെങ്കിലോ അപ്പൊ എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി പോണതേ പണ്ടേ പറയുന്ന ഈ അമ്മായി അമ്മ എന്നുള്ള ഒരു വാക്ക് തന്നെ ശരിയല്ല അല്ലേ. അങ്ങനെയാവും ഈ അമ്മായി അമ്മ അറിയില്ല, ഒരു നെഗറ്റീവ് ആണ് ആ വേർഡ് പറയുമ്പോൾ. അമ്മായിയാണോ അമ്മായിയമ്മ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പോര് ഭാവമാണ്. അതായത് പണ്ടേ അങ്ങനെ കേട്ടിട്ട് കുടുംബത്തിലും ഒക്കെ അങ്ങനെ കേട്ടിട്ടുള്ള ശീലം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് തലമുറ വഴി വന്നിട്ട് കുട്ടികൾക്കും അതെ അമ്മായിയമ്മ ഒരു ഭീകര ജീവിയാണ് എന്നുള്ളത് തോന്നലാണ്. ഈ അമ്മമാർക്കാണെങ്കിൽ വരുന്ന മരുമകളൊരു പിന്നെ ശത്രുമാരി ആണ് ചിന്തിക്കുന്നത്. അതായത് അവര് മൈൻഡിൽ സെറ്റ് ആക്കി അങ്ങനെ അമ്മായിയമ്മ ഒരു ശൈലി പോലെ ആയിട്ടുണ്ട്. ചില അമ്മായിയമ്മ കളിക്കണ വെച്ചാൽ മോശം ആണ്, നന്നല്ലാത്ത വർത്താനം പറയണത് അല്ലേ, അവനൊരു ഇത് ഉണ്ടായിട്ടുണ്ട്. അതെ, അല്ല വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെയാണ്. നമ്മളെ എങ്ങനെയാണ് അങ്ങോട്ട് നിൽക്കണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇങ്ങോട്ട്. പിന്നെ എന്താ വെച്ചാൽ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് പിന്നെ എന്താ പറയാ, നമുക്കിപ്പോ ഭർത്താവിനോട് നമുക്ക് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരാ വീട്ടുകാരോടും സ്നേഹം ഉണ്ടാവും. അമ്മയോട്, വീട്ടുകാരെന്നുള്ളത് നമ്മൾ പറയുന്നില്ല, പക്ഷെ ആ അമ്മയോടും അച്ഛനോടും നമുക്ക് സ്നേഹം ഉണ്ടാവുമല്ലോ അല്ലെ, അവരുടെ മകനല്ലേ. അതെ, പക്ഷെ അപ്പൊ അതുപോലെ തന്നെ ഈ അമ്മയ്ക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി. അതെ, മരുമകളായിട്ടും മകളായിട്ടല്ലേ വരുന്നത്. അത് ഇപ്പൊ കൊറേയൊക്കെ മാറിയിട്ടുണ്ട്. കാരണം കുറെ ആളുകളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പൊ കണ്ടുവരുന്നതും
ഒക്കെ കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ അമ്മായിയമ്മ പോലും അങ്ങനെയില്ല, പക്ഷെ ഇപ്പൊ മരുമകള് പോലും ജീവിത രീതികൾ മാറി. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണി മരുമകള് വന്നിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാല് ഈ അമ്മമാര് വിചാരിക്കും ഈ കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ മകന് നമ്മളോട് സ്നേഹം കുറയോ എന്നുള്ളൊരു അതാണ് പ്രധാന കാര്യം. പക്ഷെ പിന്നെ വേറൊന്നും എന്താ വെച്ചാല് ഈ കുട്ടികൾ ആദ്യമായിട്ട് വരുമ്പോ അവർക്ക് ആകെ പരിചയം വരുന്നത് ഈ പയ്യനെ മാത്രമായിരിക്കും. വീട്ടുകാരൊന്നും പോയിട്ട് അത്ര അടുപ്പുണ്ടാവില്ലല്ലോ. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴും ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഒന്നിച്ച് പുറത്തു പോകാനും ആ ഒരു കുറച്ചൊരു സെൽഫിഷ് മൈൻഡ് അന്നേരം ഉണ്ടാവും. കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് അങ്ങോട്ട് കൊടുത്താൽ മതി. അത് അതിന്റെ ഏതിനും ഒരു ഇതുണ്ടല്ലോ, അത് തീർന്നു കഴിയുമ്പോ പുതുമോടി അങ്ങോട്ട് തീരുമ്പോ അത് നോർമൽ ആയിട്ട് വരും. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഇത് ഈ അമ്മമാർക്കില്ല. അമ്മമാരേക്കും അയ്യോ അവള് വന്നപ്പോഴേക്കും തുടങ്ങി. അതെ, ചിലരങ്ങനെ പറയും. കൂടുതൽ ഡ്രസ്സ് എടുക്കണതോ അല്ലെങ്കിൽ ഒരുങ്ങി പുറപ്പെട്ട് പോകുന്നതൊന്നും അമ്മമാർക്ക് ഇഷ്ടമല്ല, അമ്മമാർക്ക് ഇഷ്ടമല്ല. അതേ സമയത്ത് സ്വന്തം അതുപോലെ പറയും പിന്നെ അവക്ക് അവൻ ജോലിയൊക്കെ സഹായിച്ചു കൊടുക്കണോ, ഞാനിവിടെ ജോലി ചെയ്യാൻ സഹായിക്കുന്നില്ല, അങ്ങനെ ചില തോന്നലുകള്. ജോലി ചെയ്യാൻ സഹായിച്ചേ കൂടല്ലോ പെണ്ണുങ്ങളെ ജോലിക്ക് ആണുങ്ങൾ പെൺകോന്തനായി പോലെ. അത് ആൺകുട്ടികളുടെ വിഷയമാണ്. ഈ ആൺകുട്ടികൾക്ക് ചില ആൺകുട്ടികൾക്ക് പെൺകുട്ടികള് ഇഷ്ടം കാണിക്കണം എന്നുണ്ടാവും ഉള്ളില്. പക്ഷെ ഇത് മറ്റുള്ള എന്ത് വിചാരിക്കും, അത് വിചാരിച്ച അബദ്ധമാവോ. ശരിക്കും ഇതിന് നടുക്ക് പെട്ട് പോകുന്നത് ആൺകുട്ടികളാണ്. അമ്മായിയമ്മയുടെ അടുത്ത് രണ്ടു കൂട്ടരെ വേണം താനും അല്ലേ. അച്ഛന്മാരെപ്പോഴും അച്ഛന്മാര് സേഫാ. കാരണം ഒന്നാമത് അവര് അകത്തുണ്ടാവില്ല, പുറത്തായിരിക്കും. അപ്പൊ എന്താണ് ഇവിടുത്തെ കശപിശ എന്നുള്ളത് പലപ്പോഴും ആൺകുട്ടികളും അറിയാറില്ല കേട്ടോ. അതായത് പിന്നെ മോനും ആണെങ്കിലും അറിയാറില്ല. അമ്മയും പിന്നെ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നം അത് മക്കളും അച്ഛനൊന്നും അറിയാറില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കോലാഹലമാവുന്നതായിരിക്കും ഒരു പക്ഷെ അല്ലേ. അല്ല അങ്ങനെയല്ല, ഇപ്പൊ പറയണുണ്ടാവും, ചിലപ്പോ പറയുന്നുണ്ടാവും. ആണെങ്കിൽ പറയും, ഇപ്പൊ പറയും. പണ്ടൊന്നും അല്ല, ഇപ്പൊ ഇങ്ങനെ അനുഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാരെങ്കിൽ ഭർത്താക്കന്മാരൊന്നും പറയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയുടെ സൈഡ് കൂടെ ഉണ്ട് അങ്ങനെ പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയാണ്. പിന്നെ വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട പറഞ്ഞു എന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കും നിസ്സാര കാര്യത്തിനൊക്കെ ആവും. അതാണ് ഒരു വിഷയം. എന്തെങ്കിലും സീരിയസ് മാറ്റർ ആണെങ്കിൽ അതിനൊരു അമ്മയിൽ അരയ്ക്കുമ്പോ മഞ്ഞൾ പിന്നെ എന്താ പറയാ താഴെ വെച്ചിരുന്നു, അല്ലെങ്കിൽ അത് അരച്ച് ലേശം താഴോട്ട് തെറിച്ച് അതിനൊക്കെ അമ്മായിമ്മ പോലുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ചിലർക്ക് അതായത് അവര് ചെയ്തുകൊണ്ടിരുന്ന പുറത്തുനിന്ന് വരുന്ന കുട്ടിയല്ലേ, വേറൊരു വീട്ടില് വേറെ സാഹചര്യത്തിൽ ജീവിച്ചു വരുന്ന കുട്ടി, ഇവിടുത്തെ ഒരു ഇതെങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞു വരാനുള്ള ഒരു സമയം കൊടുക്കണ്ടേ അല്ലേ. ചിലപ്പോ ചില അമ്മമാർക്ക് ഭയങ്കര ചിട്ടയായിരിക്കും, ഈ കുപ്പി ഇവിടെ വെച്ചാൽ അത് അവിടെ തന്നെ വെക്കണം. അതെ, കുട്ടിക്ക് ഇപ്പൊ അത് ശീലം ഉണ്ടാവില്ല, പെട്ടെന്നല്ലേ. ഒരു പക്ഷെ അടുക്കളയിൽ കൂടി കയറാത്ത കുട്ടികളായിരിക്കും വരുന്നുണ്ടാവും. അവരുടെ അല്ലെങ്കിൽ അവരുടെ അമ്മയുടെ സാമ്രാജ്യത്തിന്റെ ഉള്ളില് വേറെ ഇഷ്ടമില്ല എന്നുള്ളത്. അപ്പൊ അവരുടെ ഒരു അടുക്കും ചിട്ടയും മാറിപ്പോകും. അല്ലെങ്കിൽ എന്നെക്കാളും വലിയ ആളാവണ്ട, മോൻ എന്നെക്കാളും അവളെ ഇഷ്ടാവണ്ട, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കാം ഇങ്ങനെ വരുന്നത്. എന്നാ പിന്നെ അവളൊന്ന് എടുത്തു തന്നില്ല അത് പറയുകയും ചെയ്യും, അവളൊരു ചായ ഉണ്ടാക്കി തന്നില്ല, അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ട് അല്ലേ. ഓരോ കുടുംബത്തിലും മക്കളുള്ളവർക്കൊക്കെ ഉണ്ടാവും അമ്മായിയമ്മയും. എന്നാ ഈ പോര് എന്താ പറയാ മരുമകനോട് മോളുടെ അങ്ങനെ കാണിക്കില്ല, അതില്ല അല്ലേ. അതെ, അതെന്താണാവോ, അതെന്താ അറിയില്ല. കാരണം അതനുസരിച്ച് മോള് സേഫ് ആയിട്ടിരിക്കണം, മോളെപ്പോഴും സേഫ് സോണിൽ നിർത്തണം എന്നുള്ള പണ്ടത്തെ ആളുകളുടെ ഒരു ശീലമാണ്. സ്വന്തം പെൺമക്കളോട് മാത്രമേ പ്രത്യേകതയും ആൺകുട്ടികളോട് വേറൊരു ഇതും. അതൊന്നും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. കുറെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. എന്നാലും പക്ഷെ ചില പ്രദേശങ്ങളിലേക്ക് ഇപ്പോഴും ഇതൊക്കെ നിൽക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്, ഇതൊന്നുമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ പോകുന്നത് അധികം ഏറ്റവും ചെറിയ താഴേക്കടയിലുള്ള ഫാമിലിയില് ഭയങ്കര ക്ലോസ് ആണ് അവര്. കാരണം അവര് പറയാനല്ല, അപ്പൊ പറഞ്ഞു തീർന്നു, അത് പറഞ്ഞു തീർന്നു. അല്ല ഇതിങ്ങനെ മനസ്സിൽ വെച്ച് ഊതി ഇവര് കേൾക്കാതെ അപ്പുറത്ത് പോയി പറയാം, അപ്പുറത്ത് കേൾക്കാതെ ഇപ്പുറത്ത് പറയാം, അതല്ല. അവരന്നേരാണ് പറയും, അത് കഴിഞ്ഞു അല്ലേ. ഏറ്റവും ഞാനത് നോക്കിയിട്ടുണ്ട് എപ്പോഴും. ഏറ്റവും ചെറിയ കടയിൽ അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കണം, അവരൊന്നിച്ചിരിക്കണതും ഒക്കെ ചെറിയ വീടുകളിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവരൊരുമിച്ച് കൂടുമ്പോ തന്നെ അവരിലുള്ള ഐക്യം, സ്നേഹം, പങ്കിടല് എല്ലാരും കൂടി അതൊരു കാരണമാണ് കേട്ടോ. നിറയെ ആൾക്കാർക്കുള്ളവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഓരോരുത്തരുടെ പെരുമാറ്റങ്ങൾ കണ്ടുപഠിക്കാനുണ്ടാവും. അന്ന് കൂട്ടുകുടുംബം കുറച്ചൊക്കെ സഹനം ഉണ്ടാവും എല്ലാരുടെ ഭാഗത്തുനിന്നും. അതിനൊരു പിന്നെ പ്രോബ്ലം സോൾവിങ് പിന്നെ അല്ലെ, അല്ലെങ്കിൽ റെമഡി അതിനകത്ത് തന്നെ കിട്ടായിരുന്നു. ഇതിപ്പോ അമ്മയും മകളും തന്നെ ആവുമ്പോ
അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഒരാളുണ്ടാവും ഉം. അല്ലേ? ഇനി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു മോശമായിട്ടുള്ള ഇതാണെങ്കിൽ മറ്റു ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടാവും ഒരു ഇഷ്ടപ്പെടുന്ന ഒരാള്. അതെ, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഇത്. മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ കണ്ടു, അതേപോലെ ഈ റീൽസ് ആണ്. അപ്പോ മരുമോനോട് അല്ല മോനോട് അമ്മ മോളുടെ കുറ്റം പറഞ്ഞു കൊടുക്കും. അപ്പൊ ചീത്ത അറിയും. അപ്പൊ മകന് അമ്മ എന്തെങ്കിലും ഒരു കോംപ്ലിമെന്റ് കൊടുക്കും. എന്നിട്ട് ഇവർ രണ്ടാളും കൂടി ഒന്നാവും. അമ്മ പൈസയാണ് കൊടുക്കണത്, ഇന്ന് നമുക്ക് പുറത്തു പോയി കഴിക്കാം. അപ്പൊ അമ്മയുടെ അവര് തമ്മിൽ ഒത്തോണ്ടാ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് മോൻ മരുമോളെ അല്ലെങ്കിൽ ഭാര്യയെ ചീത്ത പറയും. എന്നിട്ട് അമ്മയുടെ അടുത്തുനിന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ വാങ്ങും. ഒക്കെ ഓരോ കഥയാണ്. പണ്ടത്തെ പോലെ ഇപ്പൊ പറ്റില്ല കേട്ടോ. ഭാര്യമാര് ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ ഭർത്താക്കന്മാര് ഇട്ടിട്ട് പോകും. പിന്നെ ഈ സീരിയൽ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു കഥകൾ വരുമ്പോ ഇത് കുറെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ കുട്ടികളെ ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ ഏജായിട്ടുള്ള അമ്മമാർക്കൊക്കെ നന്നായിട്ടത്. ശരിക്കും അതൊക്കെ സീരിയലിൽ ആ തീമൊക്കെ ഒഴിവാക്കണം. അതിനൊക്കെ ഒരു സെൻസറിങ് വേണം അല്ലേ? സെൻസറിങ് എന്നല്ല, നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് നല്ലത് ചെയ്യാൻ തോന്നുന്ന തരത്തിലേ അല്ല എന്തെങ്കിലുമൊക്കെ ആണ് വേണ്ടത്. അമ്മായിയമ്മ എന്താണെങ്കിൽ ആ പേര് അല്ല, ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഒരു തെറ്റ് കാണിക്കുമ്പോഴേ അത് ശരി മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സീരിയൽ കാണുന്ന സമയത്ത് ഈ അമ്മമാരെന്നെ പറയണത് കൊടുക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെയുള്ള കമന്റുകൾ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നേരം അവര് ഓരോ കഥാപാത്രത്തിന്റെ ഭാഗം ചേർന്ന് ഇപ്പൊ അമ്മയാണെങ്കിൽ ആ അമ്മായിയമ്മയുടെ ഭാഗത്ത് നിന്നിട്ട് പറയും അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരാവുകയാണ്, കഥാപാത്രം ആവുകയാണ് അവര്. അപ്പൊ അതങ്ങോട്ട് മൈൻഡിലേക്ക് കേറാണ്. അതൊക്കെ ഒരു ചെറിയൊരു ശതമാനമൊക്കെ അത് മനസ്സിലേക്ക് കേറുന്നുണ്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവര് തന്നെ കാണുന്നുണ്ട്. ഇന്നിപ്പോ വൈകുന്നേരം കണ്ടേ ഈ സീരിയലിന് രാവിലെ വീണ്ടും പകല് കാണുന്നുണ്ട് ഈ അമ്മമാര്. അത് ഇപ്പോഴും അങ്ങനത്തെ പിന്നെ രണ്ടാമത് ഉണ്ട് അല്ലേ? രണ്ടു നേരം പിന്നെ വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ട്. പ്രധാനമായിട്ട് എന്ന് നിലനിൽക്കുന്ന ഒരു പ്രശ്നം പോലെ അല്ലേ ഇത്? ഇന്ന് നിലനിൽക്കുന്നതാണ് മരുമകള്. അമ്മയും മോളെന്നുള്ളത് ഇല്ല, അമ്മയും മോളും എന്നുള്ളതില്ല. ഇനി കുറയും. കാരണം ഒരമ്മായിയമ്മയുടെ അടുത്ത് മരുമകള് നിക്കണില്ല. ഇപ്പം ഞാനും എന്റെ ഭർത്താവും കുട്ടിയും എന്ന് മാത്രമാണ്. അതുകൊണ്ട് അച്ഛനും അമ്മയും അല്ല ഇപ്പൊ അതൊരു വിഷയമായിട്ട് വരുന്നില്ല. കാരണം ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞാല് പ്രായമായി എന്ന് മാറ്റി നിർത്തുക എന്നുള്ളതല്ല. ഇപ്പൊ ആ ഒരു ലൈഫും ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അച്ഛനമ്മമാർക്കും അതും വലിയ പ്രശ്നമായിട്ട് അവരുടെ പാട്ടിന് വിടുകയാണ്. അവര് ജീവിച്ചോട്ടെ, നമുക്ക് പറ്റുന്ന പോലെ തന്നെയാണോ വേണ്ടത്? അങ്ങനെ ചിന്തിക്കണം. അതെ, അങ്ങനെ തന്നെയാണ്. വയ്യാണ്ടാവുമ്പോ അല്ലെങ്കിൽ ആവശ്യം വേണം, ആവശ്യമുള്ള സമയത്ത് അതന്നെയാണ് അതിന്റെ ശരിയും അല്ലേ? ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യവും അവരുടെ പ്രത്യേകിച്ച് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോ അവര് ഏറ്റവും കൂടുതൽ രണ്ടുപേരും മാത്രമുള്ള ഒരു സാമ്രാജ്യമാണ് ആഗ്രഹിക്കുന്നത്. നമ്മള് തന്നെ കഴിച്ച കാലത്ത് ഈ അമ്മമാരും അങ്ങനെ പിറകോട്ടം ചിന്തിച്ചാൽ മതി, അപ്പൊ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേ? ഞാനും ഇങ്ങനെയായിരുന്നു. നമ്മൾക്കും ആഗ്രഹം അങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ളത് മറന്നിട്ടാണ് ഈ അല്ലെങ്കിൽ നമ്മളിപ്പോ അമ്മമാര് പറയും, അമ്മമാരെ കുറിച്ച് പറയണെങ്കിൽ അമ്മമാര് പറയും എനിക്ക് കിട്ടാതെ പോയത് എന്റെ മകൾക്ക് കിട്ടണേ, അങ്ങനെയാണ് വേണ്ടത്. അതുപോലെ തന്നെ ചിന്തിച്ചാൽ മതി, അപ്പൊ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിപ്പോ കണ്ണിക്കടി എന്ന് പറയില്ലേ, എനിക്കില്ലാത്ത ഒന്നും അവൾക്ക് വേണ്ടല്ലേ, അവളങ്ങനെ എന്താണ് ഓരോ കാര്യങ്ങളും സംസാരിക്കും. ഇനിയിപ്പോ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇനി അവർക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയില്ല അല്ലേ? എനിക്ക് പറയാനുള്ളത് കമന്റ്സിലൂടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വായിക്കാം, അറിയാം അല്ലേ? ഇനി എത്ര കാലം ഈ പോര് നിലനിൽക്കുന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും നന്ദി.